ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം എല്ലാവരും റമദാനിന്റെ ഏതാനും ചില ദിവസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റമദാനിന്റെ ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ റമദാനിലേക്ക് കടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വീടുകളും വീടകങ്ങളും പള്ളികളും എല്ലാം ക്ലീൻ ചെയ്ത് വീട്ടിലുള്ള അടുക്കളയുള്ള കുപ്പികൾ പോലും നമ്മൾ വൃത്തിയാക്കി നോമ്പിനെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സത്യവിശ്വാസികളാണ് നമ്മൾ. എന്നാൽ പരിശുദ്ധ റമദാനിനെ കുറിച്ച് എന്താണ് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കിയെടുക്കേണ്ടത്? ഒരു സത്യവിശ്വാസി റമദാൻ തന്റെ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് തന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും മുൻകഴിഞ്ഞു പോയ 11 മാസക്കാലം നമുക്ക് ഫ്രീ ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മളിൽ വന്നിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ ഓരോ പാപങ്ങളും എണ്ണി എണ്ണി തന്റെ റബ്ബിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ച് മാപ്പ് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിനുശേഷമാണോ നാം റമദാനിലേക്ക് കടന്നിട്ടുള്ളത് എന്ന് ഒരു സത്യവിശ്വാസിയും ചിന്തിക്കേണ്ടതുണ്ട്. റമദാനിലേക്ക് കടന്നുകൊണ്ട് റമദാൻ നോമ്പെടുത്തു കൊണ്ടല്ല ഒരു സത്യവിശ്വാസി ഒരിക്കലും തൗബ ചെയ്യേണ്ടത്. സത്യവിശ്വാസിയുടെ തൗബ റമദാനിന് മുന്നേ ഒരു മാസം മുമ്പ് തന്നെ തുടങ്ങണം. തന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഓർത്തെടുത്തുകൊണ്ട് ഒരാളുടെ തെറ്റ് അല്ലെങ്കിൽ എൻ്റെ തെറ്റ് എനിക്ക് മാത്രം മനസ്സിലാവും, ഏത് ഭാഗത്തു കൂടെയാണ് കേട് വന്നിട്ടുള്ളത് എന്ന്. ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ വണ്ടിയെ അത്രക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഏത് പാർട്ടാണ് കേട് വന്നത് എന്ന് ടീച്ചർ മൈക്ക് മ്യൂട്ട് ആയിട്ടുണ്ട്. ആ, മൈക്ക് ഒന്ന് ഓൺ ചെയ്യും. ഇപ്പം മ്യൂട്ട് ആയിട്ടുള്ളൂ. ലാസ്റ്റ് ആ വണ്ടിയുടെ കാര്യം പറഞ്ഞ അവിടുന്ന് മുതലാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ആദ്യം മുതൽ പറയണോ? വേണ്ട, ആ വണ്ടിയുടെ കാര്യം അവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. നമ്മൾ നിത്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി, അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കേടായി പോവാണ്. അപ്പൊ അതിന്റെ ഏത് പാർട്ടാണ് കേട് വന്നത് എന്നുള്ളത് ഉപയോഗിക്കുന്ന നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യന്റെ കയ്യിലുള്ള തെറ്റുകുറ്റങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണോ വന്നത് എന്നുള്ളത് ഓരോ വ്യക്തിക്കും അറിയാം. പക്ഷെ അത് ആ വ്യക്തി തന്നെ തന്റെ റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അവനോട് പൊറുക്കലിനെ തേടേണ്ടതുണ്ട്. ഇതെല്ലാം റമദാനിന്റെ മുന്നോടിയായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ റമദാനിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മറ്റുള്ള കർമ്മങ്ങളിലേക്ക് കടക്കുകയും ആ കർമ്മങ്ങൾ ദൃഢതയോടെ തൗബയോടുകൂടി ആത്മശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രം മറ്റു കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് വിശ്വാസിയുടെ കടമയാണ്. ഒരു വിശ്വാസിക്ക് ഏതെല്ലാം ഭാഗങ്ങളിലൂടെ തെറ്റുകൾ സംഭവിക്കാം, ഏതെല്ലാം ഭാഗം തന്റെ റബ്ബിനോട് ആത്മശുദ്ധീകരണം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളിൽ ഓർമ്മപ്പെടുത്തട്ടെ. അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാവിനെയാണ്. മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത് മൂർച്ചയുള്ള ഒരു ആയുധമാണ്. അത് കുടുംബ ബന്ധങ്ങളെയും അയൽപ്പാക്ക ബന്ധങ്ങളെയും എല്ലാം തകർക്കുന്ന ഒരു ആയുധമാണ് നാവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നാവ് കൊണ്ട് ആർക്കെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ വിട്ടകന്നു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് റബ്ബിന്റെ മുന്നിൽ കേണപേക്ഷിക്കുകയും ആരാണോ തന്റെ നാവിന്റെ വാക്കുകളിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അനുഭവിച്ച് ജീവിക്കുന്നവര് അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതൊരു വിശ്വാസിയുടെ കടമയാണ്. നോമ്പിന്റെ മുമ്പായിട്ട് ഇതെല്ലാം ചെയ്യണം. അല്ലെങ്കിലും നാവിനെ നാം സൂക്ഷിക്കണം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നോമ്പ് എടുക്കുന്ന ഒരു മനുഷ്യൻ മോശമായ വാക്കും അവന്റെ മോശമായ പ്രവർത്തനവും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവന്റെ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന് ആവശ്യമില്ല എന്നുള്ള ഒരു വാക്യം നബി വചനത്തിൽ നമുക്ക് കാണാം. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് നമ്മുടെ നാവിനെ നമ്മൾ അത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് റമദാനിന്റെ മുമ്പായിട്ട് നമ്മൾ നടത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നമുക്ക് വല്ല തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. തന്റെ മക്കളുടെ കാര്യങ്ങൾക്കാണെങ്കിലും
കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രം, അതുപോലെ ഭക്ഷണം, എല്ലാം ഏത് മേഖലകളിലും മനുഷ്യന് പണം എന്ന് ആ ഒരു പ്രോസസ്സ് ഇല്ലാതിരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് മാത്രം എൻ്റെ റബ്ബ് തന്നതാണ്, അത് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി നമ്മൾ വേണ്ടാത്ത ഒരുപാട് വഴികളിലൂടെ പൈസകൾ ചെലവാക്കും. അതുപോലെ ദൂർത്തടിച്ച് ചെലവാക്കുന്നുണ്ട്. ഇതിലെല്ലാം മറ്റുള്ളവന്റെ അവകാശം ഇതിലുണ്ട്. നമുക്കുള്ള ഓഹരി എന്ന് പറയുന്നത് നമ്മൾക്ക് തന്ന സമ്പാദ്യത്തിൽ നിന്ന് 2.5% നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. ഇത് പലരും ഇന്ന് ചിന്തിക്കാറില്ല. എന്നാൽ റമളാനിൽ നോമ്പ് എന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്, എല്ലാ മാസങ്ങളും ഈ 11 മാസവും നമുക്ക് ഹലാലായ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ നമ്മുടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഹറാമിനെ ഉപേക്ഷിക്കണം എന്നാണ്. എന്നാൽ നോമ്പ് നോറ്റൊരു വ്യക്തിയോട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഹലാലായ കാര്യങ്ങൾ മാറ്റിവെക്കണം, ഒരു നിശ്ചിത സമയത്തേക്ക് നിങ്ങൾ അത് മാറ്റിവെക്കണം എന്നാണ്. എന്തിനാണ് അള്ളാഹു നമ്മോട് ഇങ്ങനെ പറഞ്ഞിട്ട് നോമ്പിനെ ഇത്രയും നമുക്ക് ടഫായിട്ടാ തോന്നുന്ന നോമ്പിനെ, പക്ഷെ അത് എന്തിനാണ് അള്ളാഹു ഇങ്ങനെ നമ്മോട് പറഞ്ഞത് എന്നുള്ളത് ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാവും. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ഞാൻ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നില്ല അല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സൂക്ഷ്മത കൈവരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള ഒരു അടുപ്പം സൃഷ്ടിക്കുക, അവനോടുള്ള ഭയഭക്തി, ഇതാണ് തഖ്വ. ഇതാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈ തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹുമായിട്ട് കോൺസെൻട്രേഷൻ നൽകാൻ പറ്റുക എന്നുള്ളത് ഒരു വ്യക്തിക്ക് കഴിയുന്നത് അള്ളാഹുമായിട്ടുള്ള ഭയഭക്തി നിലനിൽക്കുമ്പോൾ മാത്രമാണ്. അങ്ങനത്തെ ഒരാൾക്ക് തന്റെ റബ്ബുമായി നേരിട്ട് സംസാരിച്ച് തന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് അവന്റെ മോചനം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഹൃദയ വിശാലത എന്നുള്ള ഒരു കാര്യം. ഹൃദയ വിശാലത മനുഷ്യന് ഇല്ലാത്തിടത്തോളം കാലം മറ്റുള്ള ആളുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ നല്ല നിലയിൽ വർത്തിക്കാനോ സാധ്യമല്ല. കാരണം അസൂയയും കുശുമ്പും എല്ലാ കാര്യങ്ങളും ഹൃദയത്തിന്റെ ഉള്ളിലായിരിക്കാം. അയാൾ പുറത്തേക്ക് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ബാഹ്യമായ ഒരു കർമ്മമല്ല നോമ്പ് എന്നുള്ളത്. ഒരു മനുഷ്യന്റെ നോമ്പ് അയാളുടെ ഉള്ളിലാണ്. അത് തന്റെ അള്ളാഹുവുമായിട്ടുള്ള തന്റെ സൃഷ്ടാവുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ആണ്. അത് ആ വ്യക്തിക്ക് മാത്രമേ അറിയൂ നോമ്പുണ്ടോ നോമ്പില്ലേ എന്നുള്ളത്. അങ്ങനെയുള്ള ആ വ്യക്തി നോമ്പിന്റെ സമയത്ത് തന്റെ ഹൃദയത്തെ വിശാലപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഹൃദയ വിശാലതയുള്ള ഒരാൾക്ക് മാത്രമേ പാവപ്പെട്ട ആളുകളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാക്കുകയും അവന്റെ എല്ലാ പ്രയാസത്തിലും ചേരുകയും തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനും കഴിയുന്നത് ഹൃദയ വിശാലതയുള്ള ഒരാൾക്കാണ്. ഈ ഹൃദയ വിശാലത എന്ന് പറയുന്നത്, ഹൃദയ ശുദ്ധീകരണം എന്ന് പറയുന്നത് എല്ലാ സത്യവിശ്വാസികൾക്കും നിർബന്ധമാണ്. അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കടമ്പ കൂടിയാണ് ഹൃദയ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഒരിക്കൽ പ്രവാചകൻ സദസ്സിൽ ക്ലാസ് എടുത്തിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇനി തന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് പറയുകയാണ്, ഇനി ഈ കവാടത്തിലൂടെ കടന്നു വരുന്ന വ്യക്തി സ്വർഗത്തിന്റെ അവകാശിയാണ്. അങ്ങനെ ഈ സ്വഹാബത്ത് എല്ലാവരും വാതിൽ കവാടത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു സ്വഹാബി വന്ന് അവിടെ ഇരുന്നു. പിറ്റേ ദിവസവും പ്രവാചകൻ പറഞ്ഞു, ഇനി ഈ കവാടത്തിലൂടെ കടന്ന് പ്രവേശിക്കുന്ന ആ സ്വർഗത്തിന്റെ അവകാശിയാണ്. അങ്ങനെ അന്നത്തെ ദിവസവും ഇവരെല്ലാവരും ആ കവാടത്തിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് അതേ സ്വഹാബി തന്നെ കയറി വന്നു. അങ്ങനെ 3 ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ ഈ സ്വഹാബിയെ കുറിച്ച് അവരുടെ സഹാബത്തിനാകെ സംശയമായി. കാരണം ഞങ്ങളിൽ ഇല്ലാത്ത എന്തൊരു കർമ്മമാണ് അയാളിലുള്ളത്? അല്ലയോ പ്രവാചകനെ, ഞങ്ങളിൽ കാണാത്ത എന്ത് പ്രകടനമായ കാര്യമാണ് താങ്കൾ അദ്ദേഹത്തിൽ കണ്ടത് എന്ന് പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ പ്രവാചകൻ മൗനമായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സ്വഹാബത്ത് ഒരു തീരുമാനമെടുത്തു, ഇയാളെ കുറിച്ച് അറിയണം, ഇദ്ദേഹത്തിന്റെ ആ വ്യത്യസ്തമായിട്ടുള്ള, ഞങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി സ്വഹാബത്തിലെ ചില ആളുകൾ തീരുമാനമെടുത്തു. അങ്ങനെ അബ്ദുല്ലാഹിബ്നു അംർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അയാൾ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല, പ്രകടപരമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ 2ാമത്തെ ദിവസവും പോയി, 3ാമത്തെ ദിവസവും പോയി. എന്നിട്ട് ഒന്നും കാണാൻ കഴിയാതെ അയാൾ പ്രവാചകന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്,
അല്ലയോ പ്രവാചകരെ, താങ്കൾ പറഞ്ഞ ആ സ്വഹാബിയിൽ ഞങ്ങളൊന്നും കണ്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ നിരീക്ഷിച്ചു, ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൽ കണ്ടില്ല. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ഇല്ലാത്തൊരു കാര്യം അദ്ദേഹത്തിലുണ്ട്, അത് ഹൃദയവിശാലതയാണ്. അത് ഹൃദയവിശാലത എന്നുള്ളത് ബാഹ്യപരമായിട്ട് കാണുന്ന ഒരു കർമ്മമല്ല, അത് തന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. അത് തന്റെ റബ്ബിനോട് സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്ക് മാത്രമേ ആ ഹൃദയവിശാലത ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഇനി ഉള്ള നോമ്പ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ നോമ്പുകളിലും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും തന്റെ റബ്ബിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, ഏത് ഭാഗത്ത് നിന്നാണോ നമുക്ക് തെറ്റുകൾ വന്നിട്ടുള്ളത് അത് തിരുത്തിക്കൊണ്ടായിരിക്കണം നാം സത്യവിശ്വാസികൾ നോമ്പെടുക്കേണ്ടത്. നോമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വിശന്ന് വലഞ്ഞ വിശപ്പിന്റെ കാഠിന്യം നമ്മൾക്കറിയാൻ സാധിക്കും അല്ലെ. നമ്മള് രാവിലെ ഭക്ഷണം കഴിച്ച് പിന്നെ വൈകുന്നേരമാണ് കഴിക്കുന്നത്, അതിൻ്റെ ഇടയിലുള്ള ആ വിശപ്പ് നമുക്കറിയുന്നത് കൊണ്ട് പാവപ്പെട്ടവൻ വിശന്ന് വലഞ്ഞവന്റെ വിശപ്പിനെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മശുദ്ധീകരണം നടത്തുന്ന സമയത്ത് നമ്മുടെ ഏത് തെറ്റുകളും ഏത് ഭാഗത്തിലൂടെയാണ് കടന്നു വരുന്നത് ഓർത്തെടുക്കാൻ ഓരോ മനുഷ്യനും സാധിക്കും. നാഥൻ നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കുകയും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിയുള്ള നോമ്പുകള് റബ്ബിന്റെ മുന്നിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് നോമ്പെടുക്കാനും റയ്യാന്റെ കവാടത്തിലൂടെ നമ്മളെ എല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടുവാനും നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.